എല്ലാവർക്കും നമസ്കാരം. അധികം അങ്ങനെ ആർക്കും അറിയില്ലാത്ത ഒരു കഥ ഞാൻ പറയാം. നമ്മളൊക്കെ ആരാധിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രനും ഹനുമാൻ സ്വാമിയും ബാല്യകാല സുഹൃത്തുക്കൾ ആയിരുന്നു. രാമനെ രാംലല്ല എന്നായിരുന്നു വിളിച്ചു പോന്നിരുന്നത്. രാംലല്ല വളരെ ചെറുപ്പമായിരുന്ന സമയത്ത് തൻ്റെ സഹോദരന്മാരോടും മറ്റു കൂട്ടുകാരോടും കൂടി നിത്യവും കൊട്ടാരത്തിനടുത്തുള്ള പൂന്തോട്ടത്തിൽ പോയി കളിക്കുമായിരുന്നു. അത് നമ്മുടെ രാമായണത്തിൽ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ഒരു ദിവസം രാംലല്ല തനിയെ തോട്ടത്തിൻ്റെ ഒരു മൂലയിൽ എന്തോ തിരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഒരു കൊച്ചു കുരങ്ങൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ കയ്യിൽ കുറച്ച് പഴങ്ങളും ഉണ്ടായിരുന്നു. രാംലല്ല അത്ഭുതത്തോടെ അവനെ നോക്കി നിന്നുപോയി. ഇത്രയും സുന്ദരനായ ഒരു കുരങ്ങനെ അതിനു മുമ്പ് ലല്ല കണ്ടിരുന്നില്ല. തൻ്റെ കയ്യിലിരുന്ന പഴങ്ങൾ ലല്ലയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് കുരങ്ങച്ചൻ പറഞ്ഞു, വാങ്ങിക്കഴിച്ചോളൂ, ദേ ഈ മരത്തിൽ നിന്നും ഞാൻ പറിച്ചതാണ്. രാംലല്ലയ്ക്ക് ഒട്ടുമേ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതെന്ത് സംസാരിക്കുന്ന കുരങ്ങോ? ലല്ലയ്ക്ക് അത്ഭുതം കൂടി. കൊച്ചുകുരങ്ങൻ തുടർന്നു, പേടിക്കണ്ട, കഴിച്ചോളൂ. എൻ്റെ അമ്മയാ പറഞ്ഞത് ഭഗവാനെ ആദ്യം കാണുമ്പോൾ എന്തെങ്കിലും കൊടുക്കണമെന്ന്. വാങ്ങി രുചിച്ചു നോക്ക്, ഇഷ്ടമായില്ലെങ്കിൽ തിന്നണ്ട. ആദ്യം തെല്ല് സംശയിച്ചെങ്കിലും ഒരു കുട്ടിക്കുരങ്ങൻ്റെ ആ നിഷ്കളങ്കതയും സ്നേഹവും ബഹുമാനവും അങ്ങനെ നിറഞ്ഞ ആ മുഖം കണ്ടപ്പോൾ ലല്ല മറ്റൊന്നും ചിന്തിക്കാതെ ഒരു പഴം വാങ്ങി കഴിച്ചു. ഹായ്, എന്തൊരു രുചി! ഇത്രയും രുചികരമായ ഒരു പഴം ലല്ല ആദ്യമായാണ് കഴിക്കുന്നത്. 2-3 പഴങ്ങൾ കൂടി ലല്ല തിന്നു. ഒരെണ്ണം വാങ്ങി കുരങ്ങിൻ്റെ നേരെ നീട്ടി. കുരങ്ങൻ വാ പൊളിച്ചു. ലല്ല സന്തോഷത്തോടെ പഴം അവൻ്റെ വായിൽ വെച്ചു കൊടുത്തു. വളരെ ആത്മസംതൃപ്തിയോടെ അവനത് കഴിച്ചു. രാംലല്ല അവനോട് കൂടുതൽ ചേർന്ന് നിന്നു. രണ്ടുപേരും പരസ്പരം കെട്ടിപ്പുണർന്നു. വരൂ, എൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാം. ലല്ല അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, ഇപ്പോഴില്ല. അവിടെയുള്ളവർ എന്നെ കണ്ടാൽ തല്ലിക്കൊല്ലും. നിങ്ങളുടെ കൂട്ടുകാർ വരുന്നുണ്ട്, ഞാൻ പോകുന്നു. നാളെ കാണാം. അത്രയും പറഞ്ഞ് കുരങ്ങൻ അടുത്തു നിന്ന മരത്തിൽ ചാടിക്കയറി എങ്ങോ മറഞ്ഞു. തുടർന്ന് പല ദിവസങ്ങളിലും അതേ സ്ഥലത്ത് അവർ കണ്ടുമുട്ടി. രാംലല്ലയ്ക്ക് ഒറ്റയ്ക്ക് കാണാൻ മാത്രമേ അവൻ ആഗ്രഹിച്ചുള്ളൂ. കാരണം തിരക്കിയപ്പോൾ അവൻ പറഞ്ഞു, ഭഗവാനോടൊത്തു മാത്രമേ ചങ്ങാത്തം കൂടാവൂ എന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മറ്റാരുടെയും കണ്ണിൽ പെട്ടുപോകരുതെന്നും പറഞ്ഞിട്ടുണ്ട്. രാംലല്ല ഒത്തിരി സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അവനെ പുണർന്നു. എത്രയോ ദിവസങ്ങൾ കളിച്ചും രസിച്ചും അവർ ഒന്നിച്ചു കഴിഞ്ഞു. രാംലല്ല കൊട്ടാരത്തിൽ നിന്നും സ്വാദിഷ്ടമായ പഴങ്ങളും മധുരപലഹാരങ്ങളും ആരും കാണാതെ കൊണ്ടുവന്ന് അവന് കൊടുക്കുകയും ഒന്നിച്ച് കഴിക്കുകയും ചെയ്തു പോന്നു. പക്ഷേ അധികം വൈകാതെ അവർക്ക് പിരിയേണ്ടി വന്നു. സമയമായപ്പോൾ മഹാരാജാവ് തൻ്റെ കുട്ടികളെ ഗുരുകുലത്തിൽ അയക്കാൻ തീരുമാനിച്ചു. വളരെ ദുഃഖത്തോടെ ലല്ല കുരങ്ങനോട് വിട പറഞ്ഞു. അധികം വൈകാതെ കുട്ടിക്കുരങ്ങനും കുടുംബവും ദൂരെ കാട്ടിലേക്ക് പോയി. കാലമേറെ കടന്നുപോയി. രാംലല്ല ഗുരുകുല പഠനം കഴിഞ്ഞു വന്ന് കൂട്ടുകാരനെ തിരക്കിയെങ്കിലും കാണാൻ സാധിച്ചില്ല. തുടർന്ന് രാംലല്ലയെയും ലക്ഷ്മണനെയും വിശ്വാമിത്ര മഹർഷി വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാലമൊത്തിരി സന്തോഷത്തോടെ അതിലേറെ സങ്കടങ്ങളും ശ്രീരാമന് നൽകി. എല്ലാം സന്തോഷത്തോടെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിനിടയിൽ സുഹൃത്തിനെ ഏതാണ്ട് മറക്കുകയും ചെയ്തു. വാനര രാജാവായ ബാലിയുടെ അനുജൻ സുഗ്രീവൻ ജ്യേഷ്ഠനെ ഭയന്ന് തൻ്റെ ഏറ്റവും അടുത്ത അനുയായികളോടൊപ്പം ഋഷ്യമൂഹത്തിൽ ഗുഹയിൽ കഴിയുന്ന കാലം. ഒരു ദിവസം വില്ലും ശരവും ധരിച്ച 2 പേർ സന്യാസി വേഷത്തിൽ അങ്ങോട്ട് വരുന്നത് സുഗ്രീവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. തങ്ങളെ വധിക്കാൻ ബാലി ആരെയോ അയച്ചതാവുമെന്ന് കരുതി അദ്ദേഹം അതിയായി ഭയന്നു. തൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ ഹനുമാനെ വിളിച്ച് അവർ ആര്, എവിടെ നിന്ന് വരുന്നു, ഉദ്ദേശം എന്ത് എന്നെല്ലാം അറിഞ്ഞു വേണ്ടി വന്നാൽ തടയാനും ഉത്തരവിട്ട് അങ്ങോട്ട് അയച്ചു.
ഹനുമാൻ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ അവരുടെ മുന്നിൽ എത്തി. എന്തെങ്കിലും ചോദിക്കുന്നതിനോട് പറയുന്നതിനു മുമ്പേ ശ്രീരാമൻ്റെയും ഹനുമാൻ്റെയും ഉള്ളിൽ ഒരു ചാഞ്ചല്യം ഉണ്ടായി. ഞൊടിയിടം വേണ്ടി വന്നില്ല, അവർ സ്വയം തിരിച്ചറിഞ്ഞു. ലക്ഷ്മണൻ അന്തം വിട്ടു നോക്കി നിൽക്കുമ്പോൾ രണ്ടാളും പരസ്പരം കെട്ടിപ്പുണർന്നു. ഹനുമാൻ ശ്രീരാമൻ്റെ മാറിൽ അമർത്തി. ആനന്ദാശ്രുക്കൾ അണപൊട്ടി ഒഴുകി. ഭഗവാനെ, ഇക്കാലം അത്രയും ഈ ഭക്തൻ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് എൻ്റെ ആഗ്രഹം സഫലമായി. അവർ വീണ്ടും വീണ്ടും പരസ്പരം പുണർന്നു. അവരെ രണ്ടുപേരെയും തോളിലെടുത്ത് ഹനുമാൻ സുഗ്രീവൻ്റെ അടുത്തേക്ക് കുതിച്ചു. ഈ കഥ നിങ്ങൾക്കേവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതിഹാസങ്ങളിലെയും മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിൽ വരും വരെ നന്ദി.